ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അശ്വതി ഉത്സവം കണ്ടാലോ. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ വല്യോളങ്ങര അമ്പലത്തിലെ വല്യോളങ്ങര അമ്മയ്ക്ക് കുംഭമാസത്തിലെ അശ്വതി ഉത്സവമാണ്. ഉത്രട്ടാതി, രേവതി, അശ്വതി അങ്ങനെ 3 ദിവസത്തെ ഉത്സവമാണ്. ഉത്രട്ടാതിക്ക് രേവതിക്കും അതാത് കരക്കാർ നടത്തുന്ന താലപ്പൊലിയും എഴുന്നള്ളിപ്പും മാത്രമാണുള്ളത്. അശ്വതി അന്നാണ് തേരെല്ലാം കണ്ടത്തിൽ കൂടെ വലിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. രാവിലെ പോയി തൊഴും, വൈകിട്ട് പോയി തൊഴിൽ നടക്കില്ല, അത്രയും തിരക്കായിരിക്കും. അപ്പോൾ രാവിലെ പോയി തൊഴുന്നതിന് മുമ്പേ എന്നാൽ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാൻ രാവിലെ അപ്പവും കിഴങ്ങേറിയും ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിച്ച് ഒരുങ്ങി ഞങ്ങളെല്ലാവരും കൂടെ നേരെ അമ്പലത്തിൽ ചെന്നു. അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ക്യൂ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ 10-10:30 ആകുമ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത്. എന്നിട്ട് ദേവി കുതിരച്ചോട്ടിലേക്ക് തേരനക്കാൻ പോകുന്ന സമയമാകുമ്പോഴാണ് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾ, ഭയങ്കര ക്യൂ ആയിരുന്നു. ഒരുവിധം അവിടെ എല്ലാം നിന്നൊന്ന് കറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചിരുന്ന് മോളെ പല്ലേ കമ്പിയിടാനും കൂടെ കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ അങ്ങോട്ട് പോയി കമ്പി എല്ലാം താഴത്തെ പല്ലേ കമ്പി കെട്ടുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതും ചെയ്തിട്ട് പിന്നെ തിരിച്ച് അവിടെ എല്ലാം നടന്നൊന്ന് കണ്ടിട്ട് പുതുക്കുണ്ടൻ തേരിൻ്റെ അവിടെ പോയി. ഞങ്ങൾ പുതുക്കുണ്ടൻ തേര് കെട്ടുന്ന ഭാഗത്ത് പോയി തേരിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. ഇനി ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ഈ നാട്ടിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും അശ്വതി ആഘോഷമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം കഴിച്ചു. അപ്പോഴത്തേക്കും കുഞ്ഞമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവരുമായിട്ട് കാര്യം പറഞ്ഞങ്ങ് ഇരുന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ കാണാൻ ഇറങ്ങി. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ പ്രാവശ്യം ഇതൊന്ന് കാണാനായിട്ട് ഇറങ്ങുന്നത്. കാരണം ഞാൻ രാവിലെ പോയി തൊഴുതിട്ടിഞ്ഞ് വരും, പിന്നെ വൈകിട്ട് തേരെല്ലാം കയറി കഴിയുമ്പോൾ പോയി ഒന്ന് കാണും, അല്ലെ പിറ്റേ ദിവസം പോയി ഒന്ന് കാണും. അങ്ങനെയാണ് പതിവ്. ഇതിൻ്റെ പ്രധാന ഭാഗമായ പാപ്പാടിച്ചാലിലോട്ട് ഞാൻ പോവാറില്ലായിരുന്നു വർഷങ്ങളായിട്ട്. ഇപ്രാവശ്യം ഞാൻ പാപ്പാടിച്ചാലിൽ പോയി ദൂരെ നിന്ന് പുതുക്കുണ്ടം പോകുന്നതെല്ലാം കണ്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഈ ഒരു ഉത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഞങ്ങളുടെ ഈ സ്ഥലത്തിന് വല്യോളങ്ങര, ഇടിയംകുളങ്ങര ഇങ്ങനെ 2 പേരിൽ അറിയപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അശ്വതി സമയത്ത് ഇടി കണക്കിലെടുത്താണോ അങ്ങനെ ഒരു പേര് വന്നതെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മനോഹരമായിട്ട് തന്നെ എല്ലാം നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തേരിൻ്റെ ഭാഗത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ കണ്ടത്തിൽ കൂടെ തേര് വലിച്ചുകൊണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. പപ്പാടിച്ചാലിൻ്റെ മെയിൻ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല. ഇത് അതിന് മുമ്പുള്ള ഭാഗമാണ്. അത് കൂടാതെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ് വല്യോളങ്ങര അമ്മ ചെന്ന് മക്കളെ ക്ഷണിക്കുന്നത്. ആദ്യം അമ്മ രാവിലെ ഇറങ്ങിയിട്ട് എല്ലാ തേരിൻ്റെ ചുവട്ടിലും എല്ലാ കുതിരച്ചോട്ടിലും പോയിട്ട് തേര് വലിച്ച് അനക്കി വെച്ചിട്ടാണ് വരുന്നത്. അതിനുശേഷം കണ്ടത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ കയറാതെ നിൽക്കുന്ന എല്ലാ തേരിൻ്റെ മുമ്പിലും അമ്മ ചെന്ന് എത്ര വട്ടം വിളിക്കുമെന്നറിയാം. പിന്നെയും തിരിച്ചു പോകും, പിന്നെയും പോയി നോക്കും. എന്താണല്ലോ മക്കൾ കയറി വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന പോലെ അമ്മ പിന്നെയും പോയി നോക്കി നിൽക്കും. പിന്നെയും വരുന്നില്ലെന്ന് കാണുമ്പോൾ പിന്നെയും ഓടി വന്ന് വീണ്ടും ക്ഷണിക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നമുക്ക് കണ്ടു നിൽക്കാൻ കൗതുകമായിട്ട് തോന്നുന്നൊരു കാര്യം. അതിപ്പോൾ നമ്മൾ കണ്ടു, നമ്മുടെ മക്കൾ കാണുന്നു. ഓരോ വട്ടവും ഓരോ തലമുറയ്ക്കും ഭയങ്കരമായിട്ടൊരു ആർപ്പുവിളി, ആരവും, എന്താ പറയുന്നത്, നമ്മുടെ വരെ കണ്ണ് നിറഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഭാഗമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കണ്ടത്തിലാണ് എല്ലാം. റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് വരുന്ന തേരും കണ്ടത്തിൽ ആലിൻ്റെ അവിടെ വന്ന് വലം വെച്ച് തിരിച്ചാണ് അമ്പലത്തിലേക്ക് വരുന്നത്. ഇതെല്ലാം റോഡ് വഴി വരുന്ന തേരുകളാണ്. എങ്കിലും ഇത് കണ്ടത്തിൻ്റെ അവിടെ വരണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു അങ്ങനെ കണ്ടാണ് അതിൻ്റെ ഒരു ഐതിഹ്യവും തോന്നുന്നത്. എനിക്കതിൻ്റെ കറക്റ്റ് കാര്യം അറിയില്ല. ഇതെല്ലാം പോയി ഇന്ന് കാണുക എന്നല്ലാതെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വശങ്ങളൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് എല്ലാ തേരും അമ്പലത്തിൽ വന്നു, വെടിക്കെട്ടായി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാം ഒന്ന് നിരന്ന് കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമല്ല. അതുമാത്രമല്ല അടുത്ത് നിന്ന് കാണുകയും ചെയ്യാം. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് പുതുക്കുണ്ടം കയറിയില്ല, അത് പാപ്പാടിച്ചാലി കിടക്കുന്നേ ഉള്ളത്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ഭയങ്കര ആൾക്കാർ പുതുക്കുണ്ടം തേരിൻ്റെ അടുത്ത്. പുതുക്കുണ്ടം തേരാണ് മെയിൻ തേര് കേട്ടോ. അപ്പോൾ അത് അമ്പലത്തിൽ കയറിയിട്ടില്ല. എന്നാൽ പിന്നെ അവിടെ ചെന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ കണ്ടത്തിലോട്ട് പോയി. പുതുക്കുണ്ടം അവിടെ കിടക്കുന്നേ ഉള്ളൂ. ഇതാണ് പാപ്പാടിച്ചാലി കേട്ടോ. അപ്പോൾ ഇതിനി വൈകുന്നേരത്തിനുള്ളിൽ അവർ വലിച്ച് കയറ്റും. ചതുപ്പിനകത്തെങ്ങാണ്ട് പൊതഞ്ഞു പോയതാണ്. അപ്പോൾ അവർ വൈകുന്നേരത്തിനുള്ളിൽ വലിച്ച് കയറ്റിക്കോളും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ.